ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പിന്നെ ഞാൻ സിംഹങ്ങളിൽ പിന്നാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരെ നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇമിടുക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വെളിയന്മാർ വീണുമുട്ടുന്ന പോലെയായിരുന്നു. 34 വർഷങ്ങൾ കർത്തൃസേവനം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശ്വസ്തയോടെ തികച്ച കർത്താവിൻ്റെ സ്ഥിതിയിലേക്ക് നിത്യവിശ്രമത്തിനായി ചേർക്കപ്പെട്ടതായ ഈ ശ്രേഷ്ഠനായ കർത്തൃദാസൻ്റെ അന്ത്യ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ഒരു ചെറിയ സാക്ഷ്യം പ്രസ്താവിപ്പാനും ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവരെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രയെന്ന്. ഈ ശ്രേഷ്ഠനായ കർത്തൃദാസനിലും വളരെ അനിതര സാധാരണമായ ദൈവകൃപ വ്യാപരിച്ചിരുന്നതിനാൽ മറ്റ് അനേകരെക്കാളും അധികം കർത്താവിൻ്റെ വേലയിൽ കഷ്ടപ്പെടുവാനും അധ്വാനിപ്പാനും പ്രവർത്തിപ്പാനും ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെയേക്കാൾ 1 വർഷം പിന്നീടാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വന്നത്. എന്നാൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു. ഞാൻ 7 വർഷങ്ങൾ കൊട്ടാരക്കര സംഘടനമായിരുന്നു. അതുകൊണ്ട് തമ്മിൽ അധികം അടുത്ത് പരിചയപ്പെടുവാനും സഹകരിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറച്ച് മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷത്തോട് അടുത്ത കാലയളവ് ഞാൻ കട്ടപ്പനയിലായിരുന്നപ്പോഴാണ് ഈ ദൈവദാസൻ എത്രമാത്രം കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി മനസ്സോടെ എത്രമാത്രം കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുകയും ചെയ്തു എന്നുള്ളത് അവിടെയുള്ള വിശ്വാസിയിൽ നിന്നുള്ളതായ ആ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ വിലയും ഇദ്ദേഹം എത്രമാത്രം ശ്രേഷ്ഠനായിരുന്നു, കർത്താവിന് വേണ്ടി എത്രമാത്രം നല്ല മനസ്സോടെ ത്യാഗം സഹിച്ചതായ ഒരു ശ്രേഷ്ഠനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും തന്നോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ കട്ടപ്പന വേലയുടെ പ്രാരംഭ നാളുകളിൽ എത്രയും കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും മധ്യത്തിൽ സന്തോഷത്തോടെ തൻ്റെ കൂട്ടുവേലക്കാരുമായി അവിടെയുള്ള പാവപ്പെട്ട ദൈവജനങ്ങളുമായിട്ട് വളരെ ആത്മാർത്ഥമായി ആ വേലയെ വളർത്തിയെടുക്കുവാനും ഉയർത്തിയെടുക്കുവാനും താൻ പരിശ്രമിച്ചതിൻ്റെ നിഴൽ സാക്ഷ്യം വിശ്വാസികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില സന്ദർഭങ്ങളിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെയുള്ള നമ്മുടെ കാമ്പൗണ്ടിൽ ഉയർന്ന അടയ്ക്കാമരങ്ങളുണ്ട്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ താൻ തന്നെയാണ് ഈ ഉയരമുള്ള അടയ്ക്കാമരത്തിൽ കയറി ചമ്പൻ പാക്കൊക്കെ പറിച്ച് അത് പൊടിച്ചെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന ആ തുച്ഛമായ പണം കൊണ്ട് സാധനങ്ങൾ അരിയും സാധനങ്ങൾ വാങ്ങിച്ച് പിറ്റേന്ന് ഞായറാഴ്ച വരുന്ന ജനത്തിന് ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത് അവരെയും വിളിച്ചുകൊണ്ട് സഭായോഗാനന്തരം പോയി പരിസ്ഥിതികൾ നടത്തുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അങ്ങനെ വളരെ ത്യാഗം സഹിക്കുകയും കഷ്ടം സഹിക്കുകയും ചെയ്തതായ നിരവധി സാക്ഷ്യങ്ങൾ അവിടെയുള്ള വിശ്വാസികളായ ദൈവമക്കളിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. പലപ്പോഴും താൻ അവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സഹിച്ചതായ കഷ്ടതകളെക്കുറിച്ച് ഓർത്തവരിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില സന്ദർഭങ്ങൾ ആ പ്രാരംഭ കൊട്ടാരക്കരയിലുള്ള ഇപ്പോൾ ഇവിടുത്തെ കൊട്ടാരക്കരയിലെ അമ്മച്ചി അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയും അതിന് സാക്ഷിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാറ പൊട്ടിക്കുക, തമിഴടിക്കുക, ഇങ്ങനെയുള്ളതായ എല്ലാ പണികളും വീട്ടിൽ നിന്ന് താൻ പഠിച്ചിട്ട് വന്നതൊന്നുമല്ല. ഒരിക്കൽ നാട്ടുകാർ പരാതിപ്പെട്ടു ഇവിടെ അനധികൃതമായി പാറ പൊട്ടിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതായിട്ട് ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ അന്വേഷണത്തിനായിട്ട് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്റ്ററെ കാണണം, അന്വേഷണത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്ററെ കാണാനായിട്ട് വന്നപ്പോൾ താൻ ഒരു കയ്യിലേക്ക് കൊടുത്ത് ഒരു തലകെട്ടുമൊക്കെ കെട്ടി പാറമടയിൽ ഇരുന്ന് കബരടിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ വന്ന സ്ഥലങ്ങളൊക്കെയും കർത്താവിന് വളരെ കഷ്ടപ്പെട്ടു. തൻ്റെ നല്ല മാതൃകളെ പിന്തുടർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് പാടുപെട്ട് അധ്വാനിച്ച് എൻ്റെ സേവനം ഭംഗിയായി പൂർത്തിയാക്കി ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച് കർത്താവിൻ്റെ അടുക്കൽ സീവനായി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മുഖ്യ ഹൃദയങ്ങളെയും സ്വന്തം ആശംസിക്കുന്നു. സാക്ഷ്യം പറയാനായിട്ട് വന്നിട്ടുള്ളവർ പറയാം. ഇപ്പോൾ നിങ്ങളുടെ
എല്ലാ ദൈവങ്ങളെയും കേട്ട് പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ട് കാണുന്നത് മാനസിക പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടയ്ക്ക് ഞങ്ങളും പോയി സഹായിച്ചിട്ടുണ്ട്. ആ സ്നേഹബന്ധം പിന്നീട് അത് വളരെ പ്രബലമായിട്ട് ഇദ്ദേഹം പെന്തക്കോസ്ത് മിഷന്റെ ഒരു മധുരനായകൻ എന്ന് എൻ്റെ ഒരഭിപ്രായം. മാത്രമല്ല ബഹുപ്രാപ്തനും പരിശ്രമശീലനുമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഏറിയ സമയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കൊട്ടാരക്കരയിൽ വന്നപ്പോൾ എനിക്കൊരാശ്വാസമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഒരിക്കൽ കട്ടപ്പനയിൽ നിന്ന് കൊട്ടാരക്കരയിൽ അദ്ദേഹം ലോക്കൽ സഭയിൽ എന്നെ കാണുവാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ശവക്കോട്ട വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ 4 അവർക്ക് ഒന്ന് തിരിക്കാൻ 2 കല്ലെടുക്കാൻ അത് വാങ്ങിക്കുവാൻ വാക്കുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു 15 കല്ല് അദ്ദേഹത്തിൻ്റെ ടെമ്പോ ട്രാവലർ കയറ്റി കൊടുത്തു. ഞാൻ തന്നെയാണ് എല്ലാം കയറ്റി കൊടുത്തത്. കയറ്റി കൊടുത്തിട്ട് കുറേ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് കണ്ണ് രണ്ടും നിറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ 20 വർഷമായി ഹൈറേഞ്ചിൽ ജോലി ചെയ്യുന്നു, ഒരു 500 നോട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അന്നാണ് എൻ്റെ ഹൃദയം വാസ്തവത്തിൽ തകർന്ന ഒരു ദിവസമായിരുന്നു. ഞാൻ വളരെ നല്ല സഭകളിലൊക്കെ ഇരുന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവത്തിന് ഹൈറേഞ്ച് വേലയെക്കുറിച്ച് ആ വേലയുടെ ഒരു അപ്പസ്തലനായി ഇതുപോലെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ദാസൻ ഈ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ വളരെ നേരം സംസാരിച്ചു. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ 3-ാം ദിവസം അദ്ദേഹം കർത്താവിന് നിദ്രപ്രാപിച്ചു കേട്ടപ്പോൾ ഇത് ദുഃഖം തോന്നി. ഇതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് തിരിഞ്ഞിറങ്ങുവാൻ ഒരു വെളിപ്പാട് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന ഞാൻ വാക്കുന്നു. ജീവിതത്തിൽ ഇതെല്ലാം വാസ്തവമായി കാണുവാനും അനുഭവിക്കാനും എനിക്കിടയായി തീർന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല 2 വാചകങ്ങൾ പറയട്ടെ. ഈ കട്ടപ്പന 3-ാം വേലയെ കുറിച്ച് വളരെ കരുതലുള്ള വ്യക്തിയായിരുന്നു പറഞ്ഞല്ലോ. താൻ ഉപയോഗപ്പെടുന്നതിന്റെ തലേ ദിവസം തന്നെ അവിടെ ചില കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു നിവർത്തിച്ചു എന്ന് പറഞ്ഞു. താൻ സംസാരിച്ചു, അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് ഒടുവിലായി ഞങ്ങൾ സംസാരിച്ചത്. അന്ന് രാത്രിയിൽ അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞു, താൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ദേഹം നേടി ആത്മാവിനെ സമർപ്പിക്കുന്നു, എന്റെ വിശുദ്ധിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. വിശ്വസത്തോടെ ചിത്രീകരിച്ച് ദൈവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയ്ക്കും ശുശ്രൂഷകർക്കും ദൈവജനങ്ങൾക്കും മാസിക പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ എല്ലാം തന്നെ അദ്ദേഹം കടന്നുപോയ നഷ്ടം എന്ന് തോന്നിയാലും സ്വർഗസ്വനാണ്. താൻ കാണിച്ചതായ നല്ല മാതൃകളെ എന്റെ ജീവിതത്തിലും പാലിച്ചുകൊണ്ട് വിശ്വസത്തോടെ നല്ലൊരു അവകാശം പ്രാപിപ്പാൻ പ്രിയമാതാവ് സഹോദരങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിവരിക്കുന്നു. വ്യത്യസ്ത സഭകളിൽ എല്ലാം ഈ ശ്രേഷ്ഠമേറിയ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവി അലങ്കരിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയാണ്. അത് പോയല്ലോ, അത് ദൈവത്തിന്റെ പ്രാണാണ്. പൂവക്കിലെ വരവുകൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേ എത്ര താഴ്വാൻ ശ്രമിച്ചിട്ടും പിടിച്ചടക്കുവാൻ പറ്റില്ല. കാരണം 2005 എനിക്ക് ഒരു എയർപ്ലെയിൻ വാങ്ങിച്ചു തരുമെന്നോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് തരുമെന്നോ ഒന്നുമല്ല. എന്റെ കണ്ണടയ്ക്കുമ്പോഴേ എന്നെയും യാത്രയാക്കുമല്ലോ, സെമിത്തേരിയിലെങ്കിലും വരുമല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് നിറവേറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ദുഃഖം. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ കുടുംബത്തിന്റെ 3-ാമത്തെ അംഗത്തിന്റെ 3-ാമത്തെ മകനാണ് ഈ പ്രിയപ്പെട്ടത്. ആദ്യത്തെ 2 കുഞ്ഞുങ്ങള് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രിക്കൽ സംബന്ധമായ പഠനങ്ങൾ പൂർത്തിയാക്കി. അന്ന് ഞാൻ ബഹറിലാണ്. പെട്ടെന്ന് മാതാപിതാക്കളോട് വന്നു പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്കാണ് പോവുകയാണെന്ന് മാതാപിതാക്കൾ സമ്മതിച്ചു. പക്ഷെങ്കിൽ ഞങ്ങൾ ആരും അതിനെ അനുഭവിച്ചില്ല. കാര്യം അന്ന് ഞാൻ ചർച്ചകൊണ്ടായിരുന്നു. ആ 1981 ഫെബ്രുവരി മാസത്തില് കർത്താവിന്റെ വ്യക്തമേറിയ വേലയ്ക്കായി പോയി. ആ വർഷം തന്നെയാണ് ഞാൻ ചെന്നൈയിൽ വരുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് താൻ ഇത്രമാത്രം പാടുപെട്ടാണല്ലോ
കർത്താവിന്റെ വേല ചെയ്യുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ കർത്തൃ ശുശ്രൂഷയ്ക്ക് അനവധി ഘട്ടങ്ങളുണ്ട് എങ്കിലും അതെനിക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും ഇത്രയേറെ പങ്കപ്പാടുകളെ സഹിച്ചാണല്ലോ തന്റെ ഓട്ടം ഓടിയത്. എന്റെ ഒരു അന്യ പിതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നത്. മകൻ എന്നുള്ള രീതിയിലല്ല. ഈ അടുത്ത സമയങ്ങളിൽ കൂടെ വന്നു കാണുവാൻ രോഗാവസ്ഥയിൽ വന്ന് ചില കാര്യങ്ങൾ മാത്രം പറയും. അപ്പോൾ മറുപടിയൊന്നും പറയത്തില്ല. കുടിക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ മാത്രം മറുപടികളൊന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ മൂത്ത മകനാണ്. താന് ഒരു ജോലി സമ്പാദിക്കണം, അതിനുശേഷം കുടുംബത്തെ പുലർത്തണം. പിതാവ് വേണ്ടത്ര സൗഖ്യമില്ലാത്ത ആളാണ്. 3 ഇളയ കുഞ്ഞുങ്ങളുണ്ട്. ആ കുടുംബത്തിന്റെ അത്താണിയാണ്. അതുകൊണ്ട് ഒരു രൂപയുടെ പ്രയോജനം ലഭിക്കാത്ത സിലോ കുടുംബത്തിലെ സുവിശേഷക്കാരനായി പോകേണ്ട കാര്യമില്ല. കുടുംബത്തിന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നതായ ഒരു വഴി തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നാൽ ആ മരണം സമയം വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു. കുടുംബത്തിന് വേണ്ടിയൊന്നും ചെയ്യുവാൻ, ഒരു രൂപയുടെ കാര്യം ചെയ്യുവാൻ സാധിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. തന്റെ പ്രവൃത്തി തന്നെ നടത്തിയത് വളരെ പാടുപെട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എന്ന് തമ്മിൽ കാണുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഒരിക്കൽ പോലും ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. വളരെ സന്തോഷമായിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിരിക്കുന്നു, ഇങ്ങനെ മാത്രമാണ് പറയാറുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം വേർതിരിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതല്ല, കുടുംബം വളരെ അഭിവൃദ്ധിപ്പെടുവാൻ ദൈവം സഹായിച്ചു. ആ നന്മകൾ കാണുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കർത്താവിന്റെ സമയത്ത് കർത്താവ് വേർതിരിച്ചു, ദൈവം മാനിച്ചു എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം കൂടെയാണ് ഇവിടെ കാണുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. ആ നല്ല അവസ്ഥാനം പ്രാപിച്ച് കർത്താവിന്റെ എന്തെങ്കിലും പൂർത്തീകരിക്കണം. അതിനായി എന്നെ ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവനാമത്തെ സ്തോത്രം സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രായത്തിലും മാസഭവനിലും സ്കൂളിലേക്കിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ സഹോദര സ്നേഹത്തിൽ വളരെ സന്തോഷസമാധാനമായി സ്കൂൾ ജീവിതത്തിലും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സ്നേഹമായ സന്തോഷം വിശ്വസത്തോടെ ചെയ്ത് തനിക്ക് അവകാശം പ്രായപ്പാൻ സഹായിച്ചു. മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ രാത്രിയിലൂടെ വന്ന് കണ്ട് സന്തോഷമായി സംസാരിച്ച് പിരിഞ്ഞു. മരണ സമയം എനിക്ക് പെട്ടെന്ന് തോന്നി. അമ്മയും വിളിച്ചുകൊണ്ട് ബംഗളൂരിൽ പെട്ടെന്ന് കൊണ്ട് വരണമെന്ന്. ബംഗളിൽ 9:30 വാഹനം എടുത്തുകൊണ്ട് പുറപ്പെട്ടിരുന്ന് ബംഗളൂരിൽ വിളിച്ചുകൊണ്ട് 11:30 ആയപ്പോൾ ഇവിടെ വന്നു. കൊട്ടാരയുടെ അപ്പച്ചനും മറ്റെല്ലാ ശിഷ്യന്മാരും കൂടുന്നുണ്ട്. എൻ്റെ അവസ്ഥ കേൾക്കുന്ന മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. അമ്മ ഇങ്ങനെ കടകൾ പറഞ്ഞു, കരയിരുന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞു. അവസാന നിമിഷം തന്നോട് കൂടിയിരുന്ന് തൻ്റെ അവസാനം കാണുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. താൻ ചെയ്ത വേല വിശ്വസതയോട് പരമാർത്ഥം ചെയ്ത് നല്ല അവകാശം പ്രാപിക്കാൻ ദൈവം സഹായിക്കുന്ന താൻ പ്രാർത്ഥിക്കും. ഞാൻ വളരെ അനുഗ്രഹമാക്കിയിരുന്നു. തനിക്ക് ചെയ്യുന്ന അവകാശം പ്രാപിക്കാൻ ദൈവം സഹായിച്ചു. ദൈവകൃപയിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അപ്രകാരം ഒരു ദുഃഖത്തിന്റെ അവസ്ഥ ഒരു ഓർത്തോർത്ത് ദുഃഖിക്കും. അന്ന് നമ്മുടെ പറഞ്ഞു, അന്ന് ഞാൻ ഒരു ദുഃഖവും ഇല്ലാന്ന് പറഞ്ഞുവെങ്കിലും പിന്നെ പലപ്പോഴും അപ്രകാരം ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഇപ്പോഴും ആ ദുഃഖം തീരുന്നതിന് മുമ്പ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളെ വിട്ട് മാറ്റപ്പെട്ടു. എങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണോ. കാരണം വീട്ടിലെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ എന്നോട് ഒന്നും ചോദിക്കാറില്ല. വീട്ടിലെന്താണ് ഒരു കാര്യം എന്നോട് ചോദിക്കാറില്ല. പലപ്പോഴും എൻ്റെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണോ. എങ്കിലും
പണ്ട് കാത്തിരിപ്പ് ഞങ്ങളുടെ സഭയിൽ കാത്തിരിപ്പിന് എല്ലാവരും കടന്നു പോകുമ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ദർശനം കണ്ടു. മുള്ളുകൾ നിറഞ്ഞതായ ഒരു റോസാ ചെടിയിൽ മനോഹരമായ ഒരു റോസാ പുഷ്പം. അന്ന് ബസപ്പുള്ളിച്ചാലും മരിച്ചുപോയ സ്വാമിച്ചാലും ഒക്കെ ഇരിക്കുന്ന സമയങ്ങളാണ്. താൻ അന്ന് സാക്ഷി പ്രകാരം പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു പ്രകാശമേറിയ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ടും താൻ കണ്ടു. അപ്രകാരം ഒരു നല്ല വെളിപ്പാടോടുകൂടെ താൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടു. പിതാവിന്റെ പൂർണ്ണ സമ്മതം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും വീട്ടിൽ നല്ല പ്രാർത്ഥനയൊക്കെ വെച്ച് താൻ ഇറങ്ങിപ്പോയി. ആ പോയതിൽ പിന്നെ ഇതുവരെയും വീട്ടിലെ കാര്യങ്ങൾ ഏതാണെന്ന് തിരക്കാൻ താൻ മെനക്കെട്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് നിർബന്ധിച്ചിട്ടുള്ളത്. അല്ലാതെ പലപ്പോഴും അതുവഴി ഇങ്ങനെ കടന്നു പോകും. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇവിടെ വരെ വരുന്ന ശരി ഇവിടെ വിളിച്ചുകൂടെ, ഇവിടോട്ട് വന്നുകൂടെ? അതിന് സമയം കാണത്തില്ലെന്ന് പറഞ്ഞു. അല്ലാതെ വന്നിട്ടില്ല. ഒരു രാത്രിയാണ് ഞാൻ മൂന്നാറിൽ വെച്ച് ഒരു രാത്രിയിൽ ഞാൻ വിചാരിച്ചു മനപ്പൂർവ്വം ചോദിച്ചു മേടിക്കുന്നില്ല, തരുന്നതിൽ തരട്ടെ. ഒരു കൈ തന്നില്ല. ഞാൻ ഇട്ടുകൊണ്ട് പോയത് താൻ ചെയ്ത പ്രവൃത്തികൾ ഒക്കെയും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ സാക്ഷി പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് തൻ്റെ ഇവിടെ എപ്രകാരം എന്റെ ജ്യേഷ്ഠനാണ് എന്ന് ഞാൻ ആരോടും ഞാൻ പറയില്ല. അപ്രകാരം ഒരു അഡ്രസ് എനിക്ക് വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വായിക്കണമെന്നോ വിചാരിച്ച കാര്യമല്ലാതെ വിലക്ക് പോയാൽ വിളിക്കുകയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങോട്ട് വിളിക്കും. അപ്പൊ ചിലപ്പോൾ എടുക്കത്തില്ല. പിന്നെ സമയം പിന്നെ ഞാൻ വിളിക്കും. ചിലപ്പോൾ കിട്ടാതെ 2 വാക്ക് പറയും. മോനെ ഇങ്ങനെയുള്ളത് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയാം, ഒരു കുഴപ്പമില്ല, ഇത് സൗഖ്യമായിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിരിക്കുന്നു, വീട്ടിലും സന്തോഷമായിരിക്കുന്നു. അങ്ങനെ എൻ്റെ മോനിപ്പോൾ പറഞ്ഞല്ലോ, കൂടെ ഇച്ചിരി ഏതാണ്ട് വ്യത്യാസമാണ്. അപ്പം മോൻ 4 സഹോദരന്മാരും അവിടുത്തെ മൂപ്പനും കൂടെ പോയി. ഞാൻ അമ്മയെ പറഞ്ഞു, എന്നെ കൂടെ കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് 2 കാര്യം എനിക്ക് സംസാരിക്കാൻ. അമ്മയെ ഇപ്പോൾ പന്തളിക്കൊന്നും കൂടുതലില്ല. അമ്മ പിന്നെ പാമ്പ് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴേ എൻ്റെ ആങ്ങളുടെ ഒരു മോള് 2 കുഞ്ഞുങ്ങളും ഞങ്ങൾ ചെന്നപ്പോൾ അവരെ നല്ലപോലെ ഞങ്ങളുടെ മോനെ വിളിച്ച് ചാറെടുത്തോട് വന്ന് ഞങ്ങൾ അതുവഴി ഏഴംകുളത്ത് വന്നിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പകുതി കഴിച്ച് ചെന്നപ്പോൾ അവിടെ വിളിക്കുന്നു, കാറിലിരിക്കുന്നവർ വിളിക്കുന്നു, ഇവിടെ നന്നായിരിക്കാൻ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. അതുപോലെ എനിക്ക് അങ്ങനെ ആയപ്പോൾ മുറിക്കകത്ത് ഞാൻ ചാടി കയറി എളുപ്പം കയറി എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ വല്ലാത്ത അവസ്ഥയായി. പച്ചവെള്ളം പോലെ കയ്യും മുഖം വരെ ഒഴുകുന്നു. കൈക്ക് കയറി ഇനി 2 കെട്ടിനെ ഭയങ്കര വേറെ ഞാൻ ഓടിച്ചത് അങ്ങനെ എനിക്ക് അവസാനം ഞങ്ങളെ ഇറക്കി വെളിയിലോട്ട് ഇറക്കി ചൂട് വെക്കണം പറഞ്ഞു. ചൂട് വെക്കാൻ ഇറക്കി ഇച്ചിരി കഴിയുമ്പോൾ കൈ ഉയർത്തി സഹോദരം പറഞ്ഞു. പിന്നെ ഓടിച്ചെന്ന് കയറിയപ്പോഴും പോയി. പിന്നെ ഞാൻ മുഖത്തെല്ലാം എൻ്റെ കാണാനേ എനിക്കൊരു ഭാഗ്യം കിട്ടിയ ആ സമയത്ത് ഞാൻ അതിൻ്റെ തലേ ദിവസം എന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് നോക്കുന്ന സൗകര്യം പറഞ്ഞ് മയങ്ങി കിടക്കുന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞ് വിളിക്കുന്നില്ല. ഞാൻ മയങ്ങി കിടക്കുമായിരുന്നു. അല്പം കഴിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോഴേ സാരമില്ലാന്ന് അങ്ങനെ പറഞ്ഞ് എന്തായാലും നല്ല അവസാനം ഇത്തവണത്തെ കർത്താവിന്റെ സമയം ഒരിക്കലും ആ നീതി സ്മരിക്കുന്ന വാഴ്ത്തുന്നു. ഒന്നിച്ച് ഒത്തൊരുമിച്ച് ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നതിനും സ്നാനപ്പെടുന്നതിനും കൂട്ടുന്നതിനൊക്കെ പോകുന്നതിനും എല്ലാം ദൈവത്തിലാക്കിയിട്ടുണ്ട്. ആ സന്ദർഭത്ത് വീട്ടിൽ ദൂരമായതുകൊണ്ട് കാത്തിരിപ്പോട്ട് പോയിട്ട് മാമിയുടെ വീട്ടിൽ വന്നാൽ ശ്രമിക്കുന്നത് നിലവിളി കൊടുത്തിട്ട് പോകും. ശിവനായിട്ട് തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിലിറങ്ങുവാനും കർത്താവിന്റെ പേരിൽ ചെയ്യുവാനും കൂടി പേര് സംസാരിക്കുമ്പോൾ ഞാൻ സുഖമായി
പോയി ചോദിക്കുന്ന പോലുമില്ല. ഞാൻ പറഞ്ഞു ബാബുവിന്റെ പ്രതിഷ്ഠ പോലെ മുന്നോട്ട് പോകട്ടെ. അതുപോലെ നല്ലൊരു ശുശ്രൂഷ ചെയ്യുവാനും കേൾക്കുവാനും പല സ്ഥാനത്തും കർത്താവിന്റെ പ്രവൃത്തി പോകുന്നവരോട് ചെയ്യുവാനും ദൈവത്തെയാക്കി അതിലെ ആയുധങ്ങളും ആരും ശുശ്രൂഷിക്കുവാനും അതിലെ കാര്യങ്ങൾ മാതൃക എനിക്കും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കാലത്തിൽ യാത്രയാകുമ്പോഴും എല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് തൻ്റെ പണത്തിൽ വളരെ വിശ്വസ്തനാണ്. ഒരു പൈസ പോലും താൻ കയ്യിൽ വെക്കുകയില്ല. തൻ്റെ അലമാരിയോ മേശയോ യാതൊന്നും കൂട്ടാൻ പൊരുന്തിയായി അദ്ദേഹം പോയി ഉള്ള പൈസയെല്ലാം ഓരോ പാവങ്ങൾക്ക് പല സഭകളിൽ അത് കൊടുക്കുവാനെ കൊണ്ട് വന്നിട്ട് അവർ നാട്ടിൽ എഴുതി വെക്കാൻ എല്ലാ കാര്യങ്ങളും വളരെ തുറന്ന ഹൃദയത്തോടെ ഇടപെടുന്നതായ ഒരു ദൈവത്തിന് സ്തോത്രം. എന്നേക്കാൾ മുൻപേ ഞാനായിരിക്കും പോകുന്നത് എന്നുള്ളതായ ഒരു ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തന്നോട് ഞാനൊരു വീട്ടാനാകാത്ത ഒരു കടത്തിൽ ആയിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ശിലോമിൽ കമ്മീഷന് പോയപ്പോൾ ഞാൻ അവിടെയാണ് നടന്നപ്പോൾ